ഹായ് ഡിയേഴ്സ്, ICAR രജിസ്ട്രേഷൻ പ്രോസസ്സും ചോയ്സ് ഫില്ലിങ്ങും എങ്ങനെ നടത്താം, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയി ചെയ്യാമെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലൂടെ ICARന്റെ കൗൺസിലിംഗ് ഷെഡ്യൂളുകളും കൗൺസിലിംഗ് ഡീറ്റെയിൽസുകളും മോപ്പപ്പ് റൗണ്ടുകളും അതുപോലെ തന്നെ സീറ്റ് മെട്രിക്സും ഫീസ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാത്ത കുട്ടികളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഐക്കണിലുമുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ICAR രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നമുക്ക് അറിയേണ്ട വെബ്സൈറ്റ് ആണ് ICARexam.net എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത്. കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അപ്ലിക്കൻ ലോഗിൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, സെക്യൂരിറ്റി കോഡ്, ഈ സെക്യൂരിറ്റി കോഡ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് പ്രിന്റ് റാങ്ക് കാർഡ് ആണ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പരിശോധിക്കാവുന്നതാണ്. എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ 10th എക്സാം ഡീറ്റെയിൽസും 12th ഡീറ്റെയിൽസുമാണ്. 10th ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാകും. 12th ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വിവരങ്ങൾ കൊടുക്കാവുന്നതാണ്. പെർസെൻറ്റേജ് ഓർ CGPA ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഡിക്ലറേഷനും ഉണ്ട്, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കുട്ടികളെ, ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്, ഇത് നന്നായി നിങ്ങൾ വായിക്കുക. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ ലോ ക്വാളിഫയിങ് എക്സാം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. +2 ക്വാളിഫയിങ് മാർക്കെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ ഡിക്ലറേഷനൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. ഇവിടെ ലാസ്റ്റ് കാണാൻ സാധിക്കും ലോ ക്വാളിഫയിങ് എക്സാം ആൻഡ് കണ്ടിന്യൂ ആണ്. ഇതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ പേയ്മെൻ്റ് ആണ്. 500 രൂപയാണ് ഫീ പേയ്മെൻറ്റ്. അത് നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡെബിറ്റ് കാർഡ് മുഖാന്തരമോ ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. 500 രൂപയാണ്. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, നമുക്ക് തിരിച്ചു കിട്ടില്ല കുട്ടികളെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിസ്റ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അത് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായാൽ ചോയ്സ് ഫില്ലിംഗ് നടത്താവുന്നതാണ്. അപ്പോൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ സീറ്റ് മെട്രിക്സ് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത്, അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര ചോയ്സുകൾ വേണമെങ്കിലും വെക്കാം. നമ്മൾ ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്നും പറയും. അതായത് ഒരു കോളേജ്, ഒരു കോഴ്സാണ് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഴ്സ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോളമാണ് സെലക്ട് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി നെയിം സെലക്ട് ചെയ്യാനുള്ള ഒരു കോളം ഇവിടെയുണ്ട്. ഇതാണ്, ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്താൽ മതി. നമുക്കിതിൽ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാം. ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ നന്നായിട്ട് നിങ്ങൾ വായിക്കുക. ഇതിൻ്റെ അവിടെ താഴെ കാണുന്നതാണ്. അതുപോലെ സേവ് ചോയ്സസും ഉണ്ട്. നമ്മൾ ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ ചോയ്സ് സേവ് ചെയ്യണമെന്നില്ല, ഒന്നിച്ച് ചെയ്താലും മതി. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മാക്സിമം എത്ര ചോയ്സസ് വേണമെങ്കിലും ഫില്ല് ചെയ്യാം, ലിമിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒന്നാമത്തെ ബട്ടൺ കണ്ടല്ലോ, സെലക്ട് കോഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കോഴ്സുകൾ കാണാൻ സാധിക്കും. BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കമ്മ്യൂണിറ്റി സയൻസ്, സെറികൾച്ചർ, ബയോടെക്നോളജി. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണോ വേണ്ടത് അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ കോഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ കോഴ്സിൽ നിങ്ങൾ ഒന്നാമതായിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് കോഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അഗ്രികൾച്ചറിന് ഞാൻ സെലക്ട് ചെയ്തു. ഇനി സെലക്ട് യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കത് സേവ് കൊടുക്കണമെന്നില്ല. നിങ്ങൾ ഒന്ന് കൂടുതലായിട്ട് ഇപ്പോൾ അഗ്രികൾച്ചറിന് ഏതൊക്കെയാണോ പോകുന്നത് അതിൻ്റെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ JB പാണ്ട് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേറെ ഏതെങ്കിലും ഒന്നും കൂടി ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും നിങ്ങൾ നോക്കുക. അടുത്തത് ഞാൻ രണ്ടാമതായിട്ട് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൊടുത്തു. അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ കാണാൻ വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാനൊരു 3 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ.
താല്പര്യങ്ങൾക്കനുസരിച്ച് സെലക്ട് ചെയ്യാണ്. അപ്പോൾ കുട്ടികളെ ഞാനിവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ നിങ്ങൾ കണ്ടല്ലോ. ആന്ധ്രാപ്രദേശിലുള്ള ഒരു കോളേജാണ്, ഞാനൊരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ UP-യിലുള്ള ഒരു കോളേജാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഇത് മാറ്റണമെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ആഡ് ന്യൂ ചോയ്സസ് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് ന്യൂ ചോയ്സസ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി ഇവിടെ റിമൂവ് ഓൾ ചോയ്സസ് വേണമെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇന്റർചേഞ്ച് ചോയ്സസും ചോദിക്കുന്നുണ്ട്. ഈ ഐക്കൺസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ ഈ രീതിയിൽ നമുക്ക് ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓരോന്നും കോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ യൂണിവേഴ്സിറ്റികളും സെലക്ട് ചെയ്ത് നമ്മൾ ഈ ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്പർ 1 ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏതാണോ പ്രയോറിറ്റി ലിസ്റ്റ് 1, 2, 3, 4 നിങ്ങൾ പേപ്പറിൽ ഇപ്പോൾ എഴുതി വെക്കേണ്ടതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ടും ചെയ്ത് വെക്കേണ്ടതാണ്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടത്. ഓക്കെ, ഓരോ പ്രാവശ്യം നിങ്ങൾ സേവ് ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ചെയ്താലും മതി. ഇങ്ങനെ നമ്മൾ ആഡ് ന്യൂ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആഡ് ന്യൂ ചോയ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ചോയ്സുകൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം ഞാൻ അഗ്രികൾച്ചറാണ് ആദ്യം നിങ്ങൾക്ക് മാക്സിമം അഗ്രികൾച്ചർ കൊടുത്തതിന് ശേഷം അടുത്തൊരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റികൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ ഈ രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അഗ്രികൾച്ചറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, BSc ബിടെക് അഗ്രികൾച്ചർ കോഴ്സുകൾ, ഇങ്ങനെ 11ഓളം നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അവസാനം നിങ്ങൾ സേവ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കോപ്പി ലഭിക്കുന്നതാണ്. അപ്പോൾ ആ പ്രിന്റ് ഔട്ടും നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ICAR സംബന്ധിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.